എനിക്ക് ഏറിപ്പോകാനൊന്നും വയ്യ. ഏറിപ്പോകാൻ നീയും ദൂരെ നിന്ന് അനുമോളെ നോക്കി നിൽക്കുന്ന അനീഷെന്ന്. നോ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ എന്താണ് ഫ്രണ്ട്സായി കൂടെ എന്ന് ചോദിച്ചാൽ അതൊക്കെ പേര് പറയുന്നുണ്ടായിരുന്നല്ലോ. അനുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അനുമോളോട് ഒരിക്കലും അവരോട് മിണ്ടരുത്, ഷിയാസിൻ്റെ കൂടെ നടക്കാൻ പേടിയാണ്, മീഡിയക്കാർ ഒരു ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാണ് എല്ലാ കാര്യത്തിലും. എനിക്ക് ഏറിപ്പോകാനൊന്നും വയ്യ. ഏറിപ്പോകാൻ നീയും അനീഷൊക്കെ ഇല്ലേ? അക്ബറിൻ്റെ വിവാഹ റിസപ്ഷനിൽ ഷാനവാസ് അനുവിനോട് പറഞ്ഞ കാര്യമാണ്. എന്തായാലും ഏറിപ്പോയില്ലയോ കുറേ കാര്യങ്ങൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. മീഡിയക്കാർ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആരുടെയെങ്കിലും വായിന്ന് എന്തെങ്കിലുമൊക്കെ വീഴും, അതിൽ കയറി പിടിച്ച് പിന്നെ വിഷയങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ഷാനവാസ് മീഡിയയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് മീഡിയയുടെ ചോദ്യങ്ങളോടൊക്കെ നല്ല രീതിയിലാണ് പ്രതികരിച്ച്, പിടുത്തം കൊടുക്കാതെ പുള്ളി ശ്രദ്ധിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അനുമോളും അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്ന ആ ടൈമിൽ ഷാനവാസ് അനുവിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഷാനവാസ് ഏറിപ്പോകാൻ വയ്യാന്ന് ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷേ ഷാനവാസ് അനുവിനോട് സംസാരിച്ച കാര്യം വേണമെങ്കിൽ ഏറിപ്പോകാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യം. അതായത് ഷാനവാസ് അനുവിനോട് ചോദിക്കുന്നത് നീ നരേന്ദ്രമോദിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞില്ലേ എന്നാണ്. അനുമോള നേരം അവിടെ നിന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മുഴുവൻ കേട്ടില്ല. എന്നാ പറയുക, എനിക്ക് മോദിയെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള കുറേ പേരെ ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അനുവിന് അങ്ങനെ പ്രത്യേകിച്ച് പാർട്ടിയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ എല്ലാവരും ഇഷ്ടമൊക്കെ ആയിരിക്കും. ഓക്കെ, നരേന്ദ്രമോദിനെ ഇഷ്ടമായതുകൊണ്ട് BJP ചേർന്നെന്ന് കുറേ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം അനു നരേന്ദ്രമോദിയെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പം ആ ഒരു രീതിയിൽ അനുവും BJP ആണെന്നുള്ള ആ ഒരു ധ്വനിയിലാണ് ഷാനവാസ് ചോദിച്ചെന്ന് തോന്നിയത്. അല്ലെ സെലക്റ്റീവ് ഇഷ്ടങ്ങളാണ് എന്നൊക്കെയുള്ള അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഷാനവാസ് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് എനിക്ക് എയറിൽ കയറാൻ വയ്യ, എയറിൽ കയറാൻ നീയും അനീഷും ഒക്കെ ഇല്ലേന്ന്. ഷാനവാസ് മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അനുവിനോട് ചോദിച്ച ഈ ചോദ്യം ആവശ്യമായിട്ടാണ് തോന്നിയത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ അനുവും അനീഷും അനുവും തമ്മിലുള്ള കഴിഞ്ഞ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ആ പരിപാടിയിലൊക്കെ ഉണ്ടായ വിഷയമൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരും വീഡിയോ ചെയ്ത് അനീഷ് അതിൽ ലൈൻ കട്ട് എന്നുള്ള അല്ലെങ്കിൽ തങ്ങൾക്കിടയിൽ പ്രൊഫഷണൽ ബന്ധം മാത്രമേ ഉള്ളൂ, വേറൊരു തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പുള്ളിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ തുടർന്ന് കുറച്ച് വിവാദങ്ങളുണ്ടായി. പിന്നെ അവർ തമ്മിൽ ഇൻസ്റ്റയിൽ ഫൈറ്റൊക്കെ ഉണ്ടായി. അതങ്ങനെ തീർന്നു, അതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും പോയി അനീഷ് നിൽക്കുമ്പോൾ അനീഷിനോട് അനുവിനെ കണ്ടായിരുന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചോദിക്കുന്ന അനീഷ് അത് ഓക്കെ, അത് ചിരിച്ച് അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയാതെ ആ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്തും വേറെ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങ് പോയി. അനുവിൻ്റെ അടുത്ത് പോയിട്ട് അനീഷിനെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അനീഷിനോട് സംസാരിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അനു എന്താ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ എന്തോന്ന് പറഞ്ഞു തോന്നുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ അവരോട് രണ്ടുപേരോടും പുറകെ നടന്ന് ഇങ്ങനെ ചോദിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? കമൻറ്റ് ബോക്സുകളിലാണെങ്കിൽ അനുവിനെ അവോയ്ഡ് കണ്ടിട്ടും മിണ്ടാതെ അനീഷിനെ അവോയ്ഡ് ചെയ്ത അനു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെ വരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അവർ തമ്മിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, അവർ തമ്മിലൊരു ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും എവിടെയെങ്കിലും കാണുമ്പം അനുവിനെ കണ്ടിട്ട് എന്താ അനീഷ് മിണ്ടാത്ത, അനീഷിനെ കണ്ടിട്ട് എന്താ അനു എന്താ അനീഷിനെ അവോയ്ഡ് ചെയ്ത്, അനീഷ് എന്താ അനുവിനെ അവോയ്ഡ് ചെയ്ത്, ഇങ്ങനെയൊക്കെ എന്തിനാണ് ആലോചന നടക്കുന്നത്? ഓരോരുത്തരുടെ ഇഷ്ടമല്ലോ ആയിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് വേണ്ടത്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അവർ തമ്മിൽ ഒരുമിച്ച് അതായത് ഞാനിപ്പോൾ രാജകുമാരിൻ്റെ ഇനോഗ്രേഷനിൽ അവർ ആദ്യം ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഓക്കെ, പ്രപ്പോസൽ ഒന്നും അതൊക്കെ തമാശയായിരുന്നു എന്ന് അനു പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഇപ്പം അവർ പുറമെ ഫ്രണ്ട്സായി പോയാൽ നല്ലതായിരുന്നു എന്ന്. പക്ഷേ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് അനീഷ് അത് പല പ്രാവശ്യം തുറന്നു പറഞ്ഞു എനിക്ക് ഫ്രണ്ട്സായിട്ട് അങ്ങനെ പോകാൻ താല്പര്യമില്ല, എന്താ പറയുക പ്രൊഫഷണൽ റിലേഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെയും നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ഇങ്ങനെ അതിൽ അതിശയോക്തിയൊന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് അനീഷ് ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞാൽ പുള്ളി അതിൽ നിന്ന് മാറുന്നൊരു വ്യക്തിയല്ല. പിന്നെ എന്തിനാണ് പുള്ളി മിണ്ടുന്നുണ്ടോ, പുള്ളി നോക്കുന്നുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് ഒരു ചാനലിൽ ഒരു ക്യാപ്ഷൻ കണ്ടിരിക്കുന്നത് ദൂരെ നിന്ന് അനുമോളെ നോക്കി നിൽക്കുന്ന അനീഷ് എന്ന്. അത് അനീഷ് അവിടെ വേറെ ആരോടോ സംസാരിക്കുന്നു, അനു ഇവിടെ വേറെ സംസാരിക്കും. ഇവർ എന്താണ് അങ്ങനെയുള്ള കണ്ടന്റുകൾക്ക് വേണ്ടി ഒരുപാട് ഓൺലൈൻ മീഡിയാസ് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ നമ്മുടെ കമൻറ്റ് ബോക്സുകളിലും ഒരുപാട് പേര്
ആ രീതിയിൽ സംസാരിക്കുക. കാരണം റോബിൻ ദിൽഷൻ നോ പറഞ്ഞപ്പം ആ നോയെ റെസ്പെക്ട് ചെയ്ത് പുള്ളിക്കാരൻ മാറിപ്പോവുകയാണ് ചെയ്തത്. ശരിക്കും അത് തന്നെയാണ്. പിന്നീട് അവർക്ക് എന്താ നോ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ എന്താണ് ഫ്രണ്ട്സായി കൂടെ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ ഒരു പെർസ്പെക്റ്റീവാണ്. അതായത് അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ അവരെ നമ്മളൊരു ലൈഫ് പാർട്ട്ണർ ആക്കാൻ ആഗ്രഹിച്ചാണല്ലോ. പിന്നീട് അവരെ ഫ്രണ്ട്സായിട്ട് കാണാൻ പറ്റും. വീണ്ടും കൂടുതൽ ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പം ആ ഒരു ആഗ്രഹം അങ്ങ് മാറാതെ അങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ട്. അത് വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. അതിലും നല്ലത് അങ്ങ് ഒഴിഞ്ഞു മാറി പോകുന്നത് തന്നെയാണ്. പിന്നെ അതൊരു റെസ്പെക്റ്റോട് കൂടി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ ആ ഒരു ഇൻസ്റ്റയിൽ കുറേ റീൽസ് പല രീതിയിൽ പിന്നെ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനൊരു കാര്യം സംസാരിക്കണമെന്ന് തോന്നി. ആദില നൂറ അനുവിൻ്റെയൊക്കെ കാര്യം പട്ടായ ഗേൾസ് ഒന്നിച്ചു അല്ലേ. പട്ടായ ഗേൾസ് ഒന്നിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കുറേ പേര് പറയുന്നുണ്ടായിരുന്നല്ലോ, അനുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അനുമോളോട് ഒരിക്കലും അവരോട് മിണ്ടരുത്, അവർ ചതിക്കും, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവരുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ അനുവിൻ്റെ ഇഷ്ടപ്പെടുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഡിയോസ് അങ്ങനെ കമൻസ് ഒക്കെ അവരെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം മറന്ന് ഗെയിം എല്ലാം മാറ്റി വെച്ച് അത് ഗെയിമായിട്ട് കണ്ട് അവർ ഫ്രണ്ട്സായിട്ട് പോകട്ടെ. ഞാനൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇനാഗുറേഷനൊക്കെ അവർ ഒരുമിച്ച് വന്നാൽ അവരും ഫ്രണ്ട്സായിട്ട് പോകുമായിരുന്നു, നല്ലതായിരുന്നു. അതുപോലെ തന്നെ അവരൊരു ഇനാഗുറേഷനിൽ ഒരുമിച്ചു. പിന്നീട് അവരുടെ ഫ്ലാറ്റിൽ അനുപോയി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഇന്നലെ അവർ ഒരുമിച്ചാണ് വന്നത്, ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല സന്തോഷം തോന്നി. കാരണം അങ്ങനെ പോട്ടെ, ഗെയിമൊക്കെ അവിടെ തീർന്നില്ലേ. പിന്നെയും അതിന് മാത്രം വലിയ ഇഷ്യൂസ് ഒന്നും അവർ തമ്മിലൊന്നും ഉണ്ടായിട്ടില്ല. അനുമോൾ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഷിയാസിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഷിയാസിൻ്റെ കുറേ വിഷയങ്ങൾ അറിയാമല്ലോ. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കാരണം അതിൻ്റെ ശരിയും തെറ്റുമൊന്നും നമുക്ക് അത്രത്തോളം പറയാൻ അറിയത്തില്ല. അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഞാൻ പറയാൻ വന്നത് അനുമോളും ഷിയാസും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം അനുമോൾ ഇന്നലെ മീഡിയയോട് പറയുന്നുണ്ടായിരുന്നു, ഷിയാസിൻ്റെ കൂടെ നടക്കാൻ പേടിയാണ്, മീഡിയക്കാർ എന്ത് പറഞ്ഞാലും എടുത്ത് നമ്മുടെ പ്രൈവറ്റ് കോൺവെർസേഷൻ അല്ലെങ്കിൽ നമ്മൾ തന്നെയായിരിക്കുമ്പോൾ എന്തും പറയാം, അല്ലെങ്കിൽ പേടിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഞാൻ പറയുന്നത് ഏത് കാര്യത്തിനാണെങ്കിലും ഒരു ലിമിറ്റ് വേണം. അനുമോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും. ഷിയാസിന് അനുമോൾ അനിയത്തിയാണ്, അനുമോൾക്ക് ഷിയാസ് സഹോദരനെ പോലെയാണ്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ കുറച്ചൊക്കെ ഒരു ശ്രദ്ധ ഉള്ളത് നല്ലതാണെന്ന് തോന്നുകയാണ്. കാരണം ആരാണ് എപ്പോഴാണ് എന്താണ് തെറ്റുന്നതെന്നും ആർക്കാണ് എപ്പോഴാണ് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ എന്ത് ചതിയാണ് ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ എന്നാ പറയുക, എല്ലാവരും നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. എല്ലാവരെയും തന്നെ കാണാൻ സാധിച്ചു. ബിൻസി, നെവിൻ, അങ്ങനെ കുറേ പേര് അല്ലേ, നല്ല രീതിയിൽ തന്നെ അക്ബറിൻ്റെ കല്യാണത്തിന് അനുമോൾ വന്നു. അതൊരു പ്രത്യേകമാണ്. കാരണം അവർ തമ്മിലും വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ. അപ്പം അക്ബറിൻ്റെ വിവാഹത്തിന് അനുമോൾ വരികയും അക്ബറിന് ആശംസ അർപ്പിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പം അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മഞ്ഞുരുകട്ടെ. പിന്നെ അനീഷും അനുമോളും തമ്മിൽ ഇനി ഫ്രണ്ട്സായിട്ട് പോകണം, അല്ലെങ്കിൽ ഇനി അങ്ങനെയാണെന്നൊക്കെ ആഗ്രഹിക്കുന്നതിൽ കാര്യമില്ല. കാരണം അതിപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്നവരിപ്പോൾ അനുവിനെ ഇഷ്ടപ്പെടുന്നവർ അത് ആഗ്രഹിക്കുന്നുണ്ട്, അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ കുറേ പേര് കോമൺ ആയിട്ട് ഇങ്ങനെ അങ്ങനെ എപ്പോഴും ഇനി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അവരവരുടെ ഡിസിഷൻ അവർ ഡിസൈഡ് ചെയ്ത്, ഇപ്പം അനീഷാണെങ്കിലും അത് തുറന്നു പറഞ്ഞ കാര്യമാണ്. പിന്നെയും നമ്മൾ അതിൻ്റെ പുറകെ കമൻ്റായിട്ടും എപ്പോഴും അതിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നതിൽ കാര്യമില്ലല്ലോ. പിന്നെ എന്താ പറയുക, അതൊക്കെ ഓക്കെ, ഫ്രണ്ട്സായിട്ട് പോകണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് ചെയ്ത് മാറിപ്പോവാം. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാത്ത, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ശത്രുക്കളെ പോലെ പെരുമാറണമെന്നൊന്നുമില്ല അല്ലേ. അതെനിക്ക് അനാവശ്യമാണെന്ന് തോന്നി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാവുന്നതൊക്കെ ഉള്ളൂ. അതൊക്കെയല്ലേ ഒരു അതാണല്ലോ വേണ്ടത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ നേച്ചർ. അനീഷിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേക നേച്ചറാണ്. അനുവിനാണെങ്കിലും അനീഷ ഇൻസ്റ്റയിൽ ആ രീതിയിൽ സംസാരിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു വിഷമമുണ്ടാവും. അതുകൊണ്ട് പിന്നെ എന്താണ്, ഷാനവാസും അനീഷും തമ്മിലുള്ള മൊമെൻറ്റ്സ് ഒന്നും എവിടെയും കാണാൻ സാധിച്ചില്ല. അനീഷിനെ ഇങ്ങനെ കണ്ട് ഒരുപാട് റീൽസിലൊക്കെ കണ്ടെങ്കിലും ഇവരുടെ ഒന്നും കൂട്ടത്തിൽ ഇങ്ങനെ മിങ്കിൾ ചെയ്യുന്ന രീതിയിൽ അനീഷിനെ കണ്ടില്ല. അനീഷ് കുറേ ഫാൻസൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുന്നതും ഇങ്ങനെയൊക്കെ. അനീഷ് ഒരു പ്രത്യേക രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ അനീഷ് പുള്ളിയുടെ എഴുത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുക. തിരക്കഥ എഴുതണം എന്നൊക്കെയാണല്ലോ പുള്ളിയുടെ ആഗ്രഹം. അതൊക്കെ നടക്കട്ടെ. ഇപ്പം നോവൽ റിലീസായി, രണ്ട് ബുക്കും നല്ല ബുക്കുകളാണ്.
അപ്പം പുള്ളിക്കാരൻ നല്ല കഴിവുള്ള വ്യക്തിയാണ്. അപ്പം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുത്ത ഫെയിമാണല്ലേ. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയട്ടെ അനീഷിന്, അതുപോലെ തന്നെ അനുവിനും, എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ. ഷാനവാസ് അത്ര വലിയ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഒന്നുമല്ല, കുറച്ചുകൂടെയൊക്കെ ആക്റ്റീവായിട്ടൊക്കെ നിന്നാൽ ഇനാഗ്രേഷനും മറ്റു കാര്യങ്ങൾ കരിയറിനൊക്കെ നല്ലതാണ്. ഓരോരുത്തർക്കും ഓരോ ചോയ്സ്. എല്ലാവരും തന്നെ കാണാൻ സഹിച്ചു. ഈ കാര്യത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.